അടുത്തിടെ അലഹബാദ് ഹൈക്കോടതിയിലെ 5 വിരമിച്ച ജഡ്ജിമാരെ അഡ്ഹോക് ജഡ്ജിമാരായി നിയമിക്കാൻ തീരുമാനിച്ചു. സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ജഡ്ജിമാരുടെ കുറവ് മൂലം ക്വാറം തികയാതെ വരുമ്പോൾ പ്രത്യേക കേസുകൾ കൈകാര്യം ചെയ്യാൻ താൽക്കാലികമായി നിയമിക്കപ്പെടുന്ന വിരമിച്ച ജഡ്ജിമാരാണ് അഡ്ഹോക് ജഡ്ജിമാർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 127 പ്രകാരം ചീഫ് ജസ്റ്റിസിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയോടെ സുപ്രീം കോടതിയിൽ അഡ്ഹോക് ജഡ്ജിമാരെ നിയമിക്കാം. അഡ്ഹോക് ജഡ്ജിമാർക്ക് ഒരു സാധാരണ സുപ്രീം കോടതി ജഡ്ജിയുടെ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ചുമതലകളും ഉണ്ടായിരിക്കും. ഇവർക്ക് മറ്റ് ചുമതലകളേക്കാൾ സുപ്രീം കോടതി സെക്ഷനുകളിൽ പങ്കെടുക്കുന്നതിന് മുൻഗണന നൽകേണ്ടതുണ്ട്. 5 വർഷത്തിലധികം പഴക്കമുള്ള കേസുകൾ, ഒഴിവുകൾ, മറ്റ് സാഹചര്യങ്ങൾ എന്നിവ കണക്കിലെടുത്ത് ഹൈക്കോടതികളിലും അഡ്ഹോക് നിയമനങ്ങൾ നടത്താറുണ്ട്. കോടതി നടപടികൾ സുഗമമാക്കാനും കേസുകളുടെ ബാഹുല്യം കുറയ്ക്കാനും വേണ്ടിയാണ് അഡ്ഹോക് ജഡ്ജിമാരെ നിയമിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന കേസുകൾ പരിഹരിക്കുന്നതിനായി ഹൈക്കോടതികൾക്ക് അവരുടെ അനുവദനീയമായ അംഗസംഖ്യയുടെ 10% കവിയാത്ത അഡ്ഹോക് ജഡ്ജിമാരെ നിയമിക്കാൻ സുപ്രീം കോടതി നേരത്തെ അനുമതി നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 224A പ്രകാരമാണ് ഒരു അഡ്ഹോക് ജഡ്ജിയെ ഹൈക്കോടതിയിൽ നിയമിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ നിഷ്ക്രിയ വ്യവസ്ഥ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ 224A 1963 ഭരണഘടനയുടെ 15ാം ഭേദഗതിയിലൂടെ ചേർക്കപ്പെട്ടതാണ്. ഹൈക്കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ മൂലമുണ്ടാകുന്ന അഭൂതപൂർവമായ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനാണ് ഇത് സജീവമാക്കിയിരിക്കുന്നത്. നാഷണൽ ജുഡീഷ്യൽ ഡേറ്റാ ഗ്രിഡ് അനുസരിച്ച് ഹൈക്കോടതിയിൽ ആകെ തീർപ്പാക്കാത്ത കേസുകളുടെ എണ്ണം 63,63,580 ആണ്. അലഹബാദ് ഹൈക്കോടതിയിൽ മാത്രം 12 ലക്ഷത്തിലധികം കേസുകൾ തീർപ്പാക്കാതെ കിടക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ അഡീഷണൽ ആക്ടിംഗ് ജഡ്ജിമാരെ നിയമിക്കാൻ അനുവാദമുള്ളത് ആർട്ടിക്കിൾ 224 പ്രകാരമാണ്. ഇതോടൊപ്പമാണ് ആർട്ടിക്കിൾ 224A വിരമിച്ച ജഡ്ജിമാർക്ക് അവരുടെ വൈദഗ്ധ്യവും അനുഭവ പരിചയവും കണക്കിലെടുത്ത് കേസുകൾ തീരുമാനിക്കാൻ അനുവാദം നൽകുന്നത്. നീതിന്യായ ചരിത്രത്തിൽ ആർട്ടിക്കിൾ 224A വളരെ അപൂർവമായി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. 1972 മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് സൂരജ് ബാൻ തെരഞ്ഞെടുപ്പ് ഹർജികൾ തീർപ്പാക്കുന്നതിനായി 1 വർഷത്തേക്ക് അഡ്ഹോക് ജഡ്ജിയായി നിയമിക്കപ്പെട്ടിരുന്നു. ഇതാണ് ആദ്യമായി ഈ അധികാരം ഉപയോഗിച്ചത്. മദ്രാസ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് P. വേണുഗോപാലിനെ അഡ്ഹോക് ജഡ്ജിയായി നിയമിച്ചിരുന്നു. തുടർന്ന് 2007 അയോധ്യ കേസ് പരിഗണിച്ച പ്രത്യേക ബെഞ്ചിൽ ജസ്റ്റിസ് OP ശ്രീവാസ്തവയെ അലഹബാദ് ഹൈക്കോടതിയിൽ അഡ്ഹോക് ജഡ്ജിയായി നിയമിച്ചു. വിരമിച്ച ജഡ്ജിമാരുടെ നിയമനം എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിലുള്ള സഹകരണ പ്രക്രിയയാണ്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് വിരമിച്ച ജഡ്ജിമാരുടെ സമ്മതം വാങ്ങണം. വിരമിച്ച ജഡ്ജിമാരുടെ പേരും അദ്ദേഹം എത്ര കാലയളവ് കേസിലിരുന്നു പ്രവർത്തിക്കുന്നു എന്നതും ചീഫ് ജസ്റ്റിസ് ബന്ധപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രിമാരെ അറിയിക്കണം. ഗവർണറുമായി കൂടിയാലോചിച്ച ശേഷം മുഖ്യമന്ത്രി ചീഫ് ജസ്റ്റിസിന്റെ ശുപാർശ കേന്ദ്ര നിയമനീതി മന്ത്രാലയത്തിന് അയക്കുന്നു. തുടർന്ന് നിയമ മന്ത്രാലയം ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിക്കുകയും ചീഫ് ജസ്റ്റിസിന്റെ ഉപദേശം ലഭിച്ചാൽ അത് പ്രധാനമന്ത്രിക്ക് അയക്കുകയും ചെയ്യും. പ്രധാനമന്ത്രി പിന്നീട് രാഷ്ട്രപതിക്ക് അയക്കും. സമ്മതം ലഭിച്ചാലുടൻ നീതിന്യായ വകുപ്പിന്റെ സെക്രട്ടറി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെയും മുഖ്യമന്ത്രിയെയും അറിയിക്കുകയും ആവശ്യമായ വിജ്ഞാപനം ഇന്ത്യൻ ഗസറ്റിൽ പുറപ്പെടുവിക്കുകയും ചെയ്യണം എന്നതാണ് നിയമം.